Navya, for all of this aspiring young talents that we have here, it's a pleasure and it's a blessing to have you here, watch their performances. You're here for the very first time in Ireland. Tell us, how do you feel? It's lovely to have you here in Ireland, by the way. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് അയർലൻഡിൽ വരാൻ സാധിച്ചത്. മുദ്രയുടെ 15th ഇയർ ആനിവേഴ്സറി ആണ്. ആൻഡ് തന്നെ ഇറ്റ്സ് എ ബിഗ് തിങ്. 1 വർഷം 2 വർഷം 3 വർഷം എന്നൊക്കെ പറയുന്നത് പോലെയുണ്ട്. 15 വർഷം ഒരു സ്ഥാപനം കൊണ്ട് നടക്കുക, ഇത്രയധികം സ്റ്റുഡൻസ് ഉള്ളൊരു വലിയൊരു സമ്പത്താണ്. ശരിക്കും ഏറ്റവും വലിയ സമ്പത്താണ് നല്ല സ്റ്റുഡൻസിനെ നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇത്രയധികം കാലം ഇയേഴ്സ് ക്രിയേറ്റ്സ് ദ ഗുഡ് വിൽ. സോ വലിയൊരു ഗുഡ് വില്ലാണ് ധന്യയ്ക്ക് മുദ്രയിലൂടെ സ്വന്തമായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് വർഷം ഇത് മുന്നിലേക്ക് പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം വരാൻ സാധിച്ചതിൽ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. മുല്ലപ്പൂന്നില്ലല്ലോ. ഞാൻ അന്നത്തോടുകൂടി മുല്ലപ്പൂ ബന്ധം ഏർപ്പെടുത്തി. പക്ഷെ മുല്ലപ്പൂ ഇവിടെ സത്യം പറഞ്ഞാൽ അയർലൻഡില് ഭയങ്കര നല്ല മനുഷ്യരായിരുന്നു. ഇവിടെ കയറി വന്നിട്ട് ചോദിച്ചു പോലുമില്ല എൻ്റെ അടുത്ത് എന്തിനാ വന്നേന്നോ എന്നാ തിരിച്ചു പോകുന്നതെന്നോ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അയർലൻഡിൽ ഞാൻ വീണ്ടും വീണ്ടും വരും. കാരണം വളരെ സ്നേഹത്തോടു കൂടി ആണ് പെരുമാറിയത് എയർപോർട്ടിൽ ഇമിഗ്രേഷനിൽ ഉണ്ടായിരുന്നവരൊക്കെ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, അയർലൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുറച്ചു കാലമായിട്ട് ഓരോ നാട്ടിലൊക്കെ പോകുമ്പോഴേ ഈ ഇവിടെയുള്ള പുരുഷന്മാരെ കാണുമ്പോൾ നാട്ടിൽ നിന്ന് കാണുന്ന പോലത്തെ എല്ലാത്തിനും വ്യത്യാസം. ഇന്നലെ ഞാൻ പറഞ്ഞു അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, എൻ്റെ ബ്രദറാണെങ്കിൽ ഫ്രണ്ട് റൂമിൽ ഈ മ്യൂസിക് ഞാൻ ഈ പറയുന്നത് തമ്മിലൊരു ചർച്ചയില്ല, എന്നാലും ഫ്രണ്ട് റൂമിൽ സോഫയിലിരിക്കും. എന്നിട്ട് വിളിക്കും ചേച്ചി. അപ്പൊ ഞാൻ വരുമ്പോൾ പറയും ഫാനിന്റെ സ്വിച്ച് ഒന്ന് ഇടും. അപ്പൊ അങ്ങനത്തെ തൊടുമണിയനാ. പക്ഷെ അവൻ ദുബായിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് ചെയ്ത് ഭയങ്കര, അതായത് ചോറ് കഴിക്കാൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പാത്രം എടുത്ത് വയ്ക്കുന്നു, വെള്ളം എടുത്ത് വയ്ക്കുന്നു. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ UK പോയ സമയത്ത് അവിടെ നോക്കിയപ്പോഴും കാറ് കൊണ്ടുവന്ന് ചവിട്ടി നിർത്തുന്നതിന് മുമ്പ് ഡിക്കി ഓപ്പൺ ആവുന്നു, നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഡിക്കിക്കകത്തുനിന്ന് പെട്ടിയെടുക്കുന്നു. ഭയങ്കര ആവേശമുള്ള പുരുഷന്മാരാണ്. നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇവരൊക്കെ വരുന്നതെന്ന് നിമിഷം ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അയർലൻഡിലെത്തി. അയർലൻഡിലെത്തിയപ്പോ ഇന്നലെ ഞാൻ ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്കും റിസപ്ഷനിൽ ഞാൻ റൂമിനെ പറ്റിയിട്ടൊക്കെ ഇവർ നേരത്തെ ചെക്കിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ എത്തിയെന്ന് പറഞ്ഞു. മുല്ലപ്പൂ പ്രശ്നത്തിന് ശേഷം ഞാൻ എല്ലാം ഒരുപടി മുൻപേ അങ്ങോട്ട് പറയും ഞാനിവിടെ വന്നിട്ടുണ്ട്, എന്നെ ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി. ഞാൻ മുൻകൂട്ടി അവരോടെല്ലാം സംസാരിച്ചു. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു മലയാളി ഒരാൾ വന്നു കേട്ടോ. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് എവിടെയാണോ എന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ച് പോകാൻ വേണ്ടി നിൽക്കുന്ന. പിന്നെ മലയാളിയുടെ ഒരു സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോകുന്നു. അപ്പുറത്ത് മറ്റേ ചെയിനൊക്കെ മാറ്റുന്നത് പ്രൈവറ്റ് ഏരിയയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ എന്ന് പറയുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കും. അതായത് പുള്ളി ഇങ്ങനെ ഒരു കത്രീന കഫല്ല, കത്രീന വന്ന പോലെ വന്നങ്ങോട്ട് പോയി, കൊടുങ്കാറ്റ് പോലെ വന്നു പോയി. അപ്പോഴും ഞാൻ വിചാരിച്ചു എവിടെയാ സ്ഥലം? കോട്ടയം. ആളുടെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. മലയാളി തന്നെയാണോ? എന്ത് എന്നെ സംബന്ധിച്ചോളം ഞാൻ നാട്ടിൽ കണ്ടിട്ടുള്ള എല്ലാ മനുഷ്യരും, നമ്മളൊക്കെ സാധാരണ എല്ലാവരും പറയില്ലേ ഭർത്താവ് ഫാൻ, എന്നോടൊക്കെ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ഫാൻ ഇടാനായിരുന്നു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി. റിമോട്ട് എടുത്ത് കൊടുക്കുക, സ്വിച്ച് ഓഫ് ചെയ്യുക, ലൈറ്റ് ഓഫ് ചെയ്യുക, ഫാൻ ഓഫ് ചെയ്യുക, ബാത്റൂമിന്റെ ലൈറ്റ് ഓഫ് ചെയ്യുക, ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജോലി. അപ്പോൾ അതേപോലെ നമ്മളെല്ലാവരും പുരുഷന്മാരെ പറ്റി പറയും. പക്ഷേ പുരുഷന്മാരെ, മലയാളികളെ കണ്ട് പഠിക്കണമെങ്കിൽ അവർ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം. എന്താ ആവേശം! അത് ഈ നാട് വരെ മാറ്റുന്നതാണോ അതോ കേരളം വരെ മടിയന്മാരാക്കുന്നതാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ നിങ്ങൾ ഭാര്യമാർ ഇവരെ നന്നാക്കി എടുത്തതാണോ? എങ്ങനെയാണെങ്കിലും കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷമായി. ജിജ്ഞാസ അല്ലെങ്കിൽ വളരെ
ഉത്സുകരായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ കണ്ടപ്പോൾ കോൾമേർ കൊണ്ടുപോയി. വളരെ സന്തോഷമായി. അതാണ് ഞാൻ അയർലൻഡിൽ വന്നപ്പോൾ, ഇത് അയർലൻഡിലല്ല, പല സ്ഥലങ്ങളിലായിട്ട് ഞാനിങ്ങനെ നോക്കി നോക്കി വരും. അയർലൻഡിലാണ് അതിൻ്റെ വായിന്ന് പുറത്തേക്ക് വന്നത്. കുറച്ച് ആളായി ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇന്നിപ്പോ എന്നെ കൊണ്ടുവന്ന എൽജോ ആണെങ്കിലും പറഞ്ഞു തിരുന്നതിന് മുമ്പ് തലവേദനയ്ക്കുള്ള മരുന്ന് മേടിക്കുന്നു, തലവേദന പൂവിന്റെ കാര്യം പറയുന്നു, അതിന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പുട്ട് വേണമെന്ന് പറഞ്ഞു പുട്ട് മേടിക്കാൻ മലയാളിക്കടയിൽ വരെ എൽജോ പോയി കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ഇവരെ കൊണ്ട് സാധിക്കുന്നത്? ഈ പുരുഷന്മാരെ പറ്റിയിട്ടാണോ, ഈ മലയാളി പുരുഷന്മാരെ പറ്റിയിട്ടാണോ, മടിയന്മാരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? തെറ്റ്. നമ്മൾ ചെയ്ത വലിയൊരു തെറ്റാണ്. ഞാൻ തിരുത്തി പറഞ്ഞിരിക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ മലയാളികൾ മറ്റു സ്ഥലത്ത് പോയി കഴിഞ്ഞാലല്ല ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് റൂമിൽ രാവിലെ ഇരുന്നപ്പോൾ വേറൊരു കാര്യം ആലോചിച്ചു. അതായത് വേറൊരു സംഭവമുണ്ട്. ഇവര് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരൊക്കെ തന്നെ കേട്ടോ, ഞാൻ പുള്ളിക്കാർക്ക് മനസ്സിലാവില്ലല്ലോ, കഴിച്ചുകൊണ്ടൊന്നുമില്ല, ഇവിടുത്തെ കാര്യമാണല്ലോ, പക്ഷെ മനസ്സിലാവില്ലേ നമ്മൾ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട്. ഇവര് പറഞ്ഞു, ഇവിടെ ഉള്ളവര്, സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല, ഇവിടെ ഉള്ളവര് ഭയങ്കര മടിയന്മാരാണ്, ഒരു പണിയും ചെയ്യില്ല, ഭയങ്കര ഈസി ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു. പക്ഷെ നാട്ടില് നമ്മൾ മടിയന്മാരാണെങ്കിലും നമ്മളിവിടെ അടിപൊളിയായിട്ട് ജോലി ചെയ്യും. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ കേരളത്തിൽ നമ്മൾ മടിയന്മാരാ, പക്ഷെ ബംഗാളികൾ പണിയെടുക്കും അല്ലേ? അപ്പോ നാട് വിട്ടു പോവുക എന്നുള്ളതാണ് പരിപാടി. അതാണ് ശരിക്കും പറഞ്ഞാൽ ഭാര്യമാരെ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കഴിവാണെന്ന്. അല്ല, നാട് വിട്ട് നേർന്ന്. അപ്പൊ ഇപ്പൊ കുവൈറ്റ് ചെന്നപ്പോ അപ്പോഴും അവിടുത്തെ മലയാളികളൊക്കെ പറഞ്ഞു കുവൈറ്റീസ് ഒക്കെ ഭയങ്കര മടിയന്മാർ, അവർക്ക് ഗവൺമെന്റ് ഒരുപാട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ബഹ്റിനിൽ ചെന്നപ്പോ അവരും പറഞ്ഞു ഈ ബഹ്റികൾക്കൊന്നും ഒരു പണിയെടുക്കണ്ട, ഫ്രീ ഇത് ഒന്നിക്ക് മൂക്കിലിട് അല്ലെങ്കിൽ താഴെ. ബഹ്റിനിൽ ചെന്നപ്പോ അവരും പറഞ്ഞു ബഹ്റിനികൾ ഭയങ്കര കുഴപ്പന്മാരാണ്, ഗവൺമെന്റ് ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ സർവീസ്, കുട്ടികൾക്ക് പഠനം, വീട്, കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പൈസ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോ അപ്പോഴും അവിടെയും മലയാളികൾ പണിയെടുക്കുന്നുണ്ട്. നാട് മാറുക എന്നുള്ളതാണ് ഒറ്റ കാര്യം. ഇപ്പം കേരളത്തിലുള്ള മനുഷ്യര് വ്യക്തമായിട്ട് ചിന്തിക്കുന്നത് എല്ലാ രാജ്യക്കാർക്കും ഇതാണ് പ്രശ്നം. നമുക്ക് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ അലസതയും മടിയൊക്കെ. അന്യ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഉത്സാഹമുള്ള ആൾക്കാരായിട്ട് മാറുന്നു. ഇതൊക്കെ ഞാനൊരു തമാശക്ക് നിങ്ങളോടല്ലെങ്കിൽ ഞാനിപ്പോ എന്ത് പറയാനാ അല്ലേ? എന്നെ വിളിച്ചിട്ട് ആകെ എനിക്കറിയാവുന്ന ഡാൻസ് കളിക്കുന്നത്, അത് ഇത്തിരി നേരം കഴിയുമ്പോൾ ഞാൻ കളിക്കും. ഇപ്പൊ എനിക്കിതേ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ പുരുഷന്മാർക്ക് നിങ്ങളുടെ ദേഷ്യം ഉണ്ടാവും. ദേഷ്യമില്ലെങ്കിൽ എനിക്കൊരു കൈയ്യടി തരും. സ്ത്രീകൾ കളിക്കണ്ട, പുരുഷന്മാരെ മാത്രമാണ് ചോദിച്ചത്. അവർക്ക് എന്നോട് വിരോധം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ അവര് കൊണ്ടുപോകുള്ളൂ. തിരിച്ചെടുത്ത പ്രോഗ്രാമിന് വന്നെങ്കിലും അവരെന്നെ വിചാരിക്കണം അല്ലേ? ഞങ്ങളിത് അയർലൻഡിൽ ഒരു ഞാൻ ഉത്സാഹത്തിനെ പറ്റി പറഞ്ഞുള്ളൂ. ചേട്ടന്മാരെ നിങ്ങളുടെ ഉത്സാഹമാണ് എനിക്ക് വേണ്ടത് അല്ലേ? തെറ്റല്ലേ? പുരുഷന്മാരായിട്ടുള്ളവരൊന്ന് കൈയടിക്കും. അല്ല അല്ലേ? ഓ, ഒരു സെക്കൻഡ് ഫ്രണ്ടിലിരുന്ന് സോറി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതെ, നവ്യ പറഞ്ഞതേ ബാക്കി കൺട്രീസിൽ അറിയില്ല, പക്ഷെ ഇവിടുത്തെ ഞങ്ങളുടെ ഫീമെയിൽസ് ആണല്ലോ കുറച്ച് സ്ട്രോങ് ഫീമെയിൽസ് അല്ലേ? അതിപ്പോ കേരളത്തിലായാലും നമ്മൾ പണിയെടുക്കും, അയർലൻഡിലായാലും നമ്മൾ പണിയെടുക്കും, ബെഹറിലാണെങ്കിലും നമ്മൾ പണിയെടുക്കും, UK-ലാണെങ്കിലും നമ്മൾ പണിയെടുക്കും. നമ്മൾ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്നാ പിന്നെ നിങ്ങളോട് വിളിച്ചതല്ലേ, എന്നാ നിങ്ങളെ കൊണ്ട് ഇപ്പം തന്നെ പണിയെടുപ്പിക്കാം. യൂഷ്വലി ഞാൻ പറയുന്നത് come on, let's start with the lighting of the lamp. So Danya and Navya, can I please request you to come forward for the lighting of the auspicious lamp?